എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്നത്? 6 കാരണങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ പരിമിതമാണ് എന്നല്ല. അള്ളാഹുവിൻ്റെ 99 പേരുകൾ അസ്മാഉൽ ഹുസ്നയിൽ കാണുന്നു എന്നതുകൊണ്ട് 99 പേരേ ഉള്ളൂ എന്നല്ല, ആയിരക്കണക്കിന് പേരുകളുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ എന്ന് പറഞ്ഞാൽ ബാക്കി സ്വഹാബത്തൊക്കെ സ്വർഗത്തിൽ അല്ല എന്നല്ല, ആ 10 പേരെ എണ്ണി പറയുന്നു എന്ന് മാത്രം. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ലീഡറാണ് ഫാത്തിമ ബീവി. അൻത മിൻ അഹ്ലിൽ ജന്ന എന്ന് വേറെയും കുറെ ആളോട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 6 കാരണങ്ങൾ പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ പറയുന്നു എന്ന് മാത്രം. 1, നമ്മൾ ഹിദായത്തിലെത്തണം, നമ്മൾ നന്നാവണം എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്നാവണം 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 എന്ന് എത്ര പേര് ആഗ്രഹിച്ചു എന്നറിയോ? താങ്കളോട് അള്ളാഹ് എന്നെ പറഞ്ഞു, ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നബിയെ എന്ന അർത്ഥത്തിൽ അള്ളാഹ്ക്ക് എന്ത് പറയേണ്ടി വന്നു എന്നറിയോ? ലഅല്ലക ബാഖിഉൻ നഫ്സക, എന്തിനാ നബി ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത്? അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നബിയെ? അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അള്ളാനെ കണ്ട സന്ദർഭമാണ്. കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവില്ല സ്വർഗത്തിലെത്തുമ്പോഴാണ്. സ്വർഗം തന്നെ മറന്നു പോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളാനെ കാണുമ്പോഴാണ്. അള്ളാനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു പോകുക അത്ര. അതിനാണ് വിസ്വാൽ എന്ന് പറയുക, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. അതാണ് ഔലിയാക്കൾ പരലോകത്തെത്തിയാലും മലക്കൾ സ്വർഗം വേണോ വേറെന്തെങ്കിലും വേണോ എന്ന് വെച്ചാൽ അവർ പറയും 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് വേണം. സ്വർഗം എന്ത് സ്വർഗം? അതെ, സ്വർഗം എൻ്റെ ടേസ്റ്റ് അല്ലേ, 2 റക്അത്ത് അള്ളാഹുവിൻ്റെ ടേസ്റ്റ് അല്ലേ, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ പറയാം അവര്. സ്വർഗത്തിൽ എത്തിയാൽ അവരോട് മലക്കൾ, ഇവിടെയാണ് റുമ്മാൻ തോട്ടം. എന്ത് റുമ്മാൻ വേണ്ടേ? എന്നാ പിന്നെ വനഹ്ലി, ഈന്തപ്പനത്തോട്ടം. എന്ത് ഈത്തപ്പനത്തോട്ടം? ഫ്രൂട്ട്സ് ഇഷ്ടമല്ലേ, എന്ത് ഫ്രൂട്ട്സ്, എന്ത് വെജ്, എന്ത് ഹൂറുലീൻ. മലക്കൾ എന്നെ ചോദിച്ചു പോത്ര, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വലൽ ഹൂർ വലൽ ഹിസാൻ, ഷാദുലി ബൈത്തിൽ നമ്മൾ ചൊല്ലാറില്ലേ, വലൽ ഹൂർ വലൽ ഹിസാൻ, എന്ത് ഹൂറുലീന്. അവരോട് ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയിനല്ലാ, എൻ്റെ അള്ള എടുത്തോ, എനിക്ക് എൻ്റെ അള്ളാനെ കാണണം. അതാണ് അവരുടെ ഒരു മോഹം എന്ന് പറയുന്നത്. അയിനല്ലാ, അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു. ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ മറന്നു പോകും അത്രേ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതിനൊരു ഉദാഹരണം പറയാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറയാം. ഒരാള് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് 10 മക്കളുണ്ടായിരുന്നു, ഒന്നിച്ചല്ല. പിന്നെ ഒരു കുട്ടി ജനിക്കും, 2 മാസത്തിനുള്ളിൽ മരിക്കും. അങ്ങനെ 10 മക്കൾ മരിച്ചിട്ടുണ്ട്. അയാളും ഭാര്യയും. അങ്ങനെ അയാളെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇയാൾ ക്യാൻസർ പിടിപെട്ടിട്ട് 8 കൊല്ലം വേദനന്റെ അങ്ങേയറ്റം എത്തിയിട്ട് മരിച്ചു. ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാളെ സ്വർഗത്തിലെത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല, അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് മുക്കിയിട്ട് പുറത്തെടുത്ത് അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ. സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ്. അയാളോട് ചോദിക്കും, അത്ര ആ സുഖം കിട്ടിയതിന് ശേഷം നിങ്ങൾ ദുനിയാവുന്ന വല്ല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സത്യം പറയും, ഇല്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. ഇല്ല. മക്കളെ കൊണ്ട് ഭാര്യ ശരീരം അസുഖം ഇല്ല, ഒന്നും ഇല്ല. അതെ, സ്വർഗത്തിലെ 1 സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോൾ അയാൾക്ക് ഇതുവരെ അനുഭവിച്ച് മുഴുവൻ മറന്നുപോകും. സ്വർഗത്തിൽ ഒരു 1/2 സെക്കൻഡിന്റെ കഥയായി പറയണത്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ആ സ്വർഗം മറന്നു പോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അള്ളാനെ കാണുമ്പോഴാണ്. അതാണ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സന്തോഷം ഉണ്ടായത്. ആ ഹയാത്ത് കാലത്ത് അള്ളാഹുവിനെ ഡയറക്റ്റ് കണ്ട സന്ദർഭത്തിൽ അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട റബ്ബിനാണ് സർവ്വ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാത്തു, എൻ്റെ പ്രിയപ്പെട്ട നബിക്ക് എൻ്റെ സലാം. അങ്ങനെ സ്വന്തത്തെ സ്വർഗത്തെ മറന്നുപോകുന്ന ആ ഘട്ടത്തിൽ ആ സലാം ഡയറക്റ്റ് കിട്ടിയപ്പോഴും തങ്ങൾ പറഞ്ഞ എന്താ പറയാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എൻ്റെ പാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാം വേണം റബ്ബേ. കണ്ടോ, ഒരാളെ സ്വന്തത്തെ മറന്നു പോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്.
ഇനി തങ്ങളുടെ ജീവിതകാലത്ത് ഏറ്റവും വിഷമുണ്ടായ സന്ദർഭം ഏതാണെന്നറിയാം? വഹിയൊക്കെ എത്തിത്തുടങ്ങി, ജിബ്രീലിനെ കണ്ടപാടുള്ള വേജാറുകളൊക്കെ പോയി. ആദ്യം സ്വപ്നത്തിലൊക്കെ വഹി വന്ന്, പിന്നെ ഉണർവിലും വന്ന് ആ ഭാഗമൊക്കെ തങ്ങൾക്ക് ക്ലിയറായി കൊടുത്ത്, പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം കുറച്ച് ദിവസത്തേക്ക് 16 ദിവസത്തേക്ക് എന്നൊരു റിപ്പോർട്ടുണ്ട്, മറ്റു ചില റിപ്പോർട്ടുകളും കാണാം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം വരാതിരുന്നപ്പോൾ മക്ക കാഫിരീങ്ങളും മറ്റും നബി തങ്ങളെ ട്രോളാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. എന്താ കളിയാക്കിയത്? എന്താ പരിഹസിച്ചത്? മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഭാഷയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചിട്ട് അവർ പറഞ്ഞു, മുഹമ്മദ് നബിയെ അള്ളാഹു വിട്ടിട്ടുണ്ട്, അള്ളാഹു വിട്ടിട്ടുണ്ട്, അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്, അള്ളാഹു പിണങ്ങിയിട്ടുള്ളത്. അങ്ങനെ നബി തങ്ങളെ കളിയാക്കിയപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമായി. വിഷമായി എന്ന് മാത്രമല്ല, ശരിക്കും തങ്ങൾക്ക് ജിബ്രീലിനെ കാണാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ആകാശ ലോകത്തേക്ക് നോക്കിയിട്ടുള്ള ഒരു തേഴ്സ്റ്റി ആഗ്രഹമുണ്ട്. ഇവര് കളിയാക്കൂടി ചെയ്തപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമം വന്നു. ആ വിഷമത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണണം, വഹി എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് വളരെ വിഷമത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആയത്തും സൂറത്തും ഇറക്കിയത്. വല്ലുഹ, തങ്ങളെ ആ പ്രകാശിക്കുന്ന മുഖം തന്നെ സത്യം നബിയേ. വല്ലൈലി ഇദാ സജ, തങ്ങളുടെ വളരെ അഴകുള്ള ശഅറ മുബാറക്ക് തന്നെ സത്യം. മാ വദഅക റബ്ബുക്, തങ്ങളെ റബ്ബ് അള്ളാഹു തങ്ങളെ വിട്ടിട്ടില്ല. വമാ ഖല, അവർ പറയുന്ന പോലെ തങ്ങളോട് അള്ളാഹു പിണങ്ങിയിട്ടില്ല നബിയെ, തങ്ങൾ എന്തിന് ബേജാറാണ്? തങ്ങളോട് പിണങ്ങിയിട്ടൊന്നുമില്ല. മാ വദഅക റബ്ബുക് വമാ ഖല, തങ്ങളോട് പിണക്കുമില്ല, അള്ളാഹു തങ്ങളെ വിട്ടിട്ടില്ല. അങ്ങനെ തങ്ങൾ സമാധാനമായി എന്ന് എങ്ങനെയെങ്കിലും അള്ളാഹു തങ്ങളെ സമാധാനിപ്പിക്കണം, ആ ടെൻഷനൊക്കെ മനസ്സിന്ന് പോക്കണം. അതിന് അള്ളാഹു കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾ വലസൗഫ യുഅ്തീക റബ്ബുക്, തങ്ങളെ റബ്ബ് അള്ളാഹു തങ്ങൾക്ക് തന്ന് ലാസ്റ്റ് തങ്ങൾ തന്നെ പറയും ഫതർല, മതി അല്ലാ, ഇത് എത്ര ഞങ്ങൾക്ക് തരുന്നതെന്ന്. അങ്ങനെ തങ്ങൾ പറയുന്ന ഒരു ഘട്ടം വരെ ഞാൻ തരും നബിയേ. ആ ചാൻസിൽ അള്ളാഹു തങ്ങളോട് ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് എന്താ പറഞ്ഞെന്നറിയോ? എനിക്ക് തന്ന് എന്നെ തൃപ്തിപ്പെടുത്താനാണ് നിന്റെ മോഹമെങ്കിൽ, എനിക്ക് തൃപ്തി ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഉമ്മത്ത് ആരും നരകത്തിലില്ലാണ്ടിരിക്കണം. അന്നേരം നമ്മളെ തന്നെ ഓർമ്മിച്ചത് കണ്ടോ, അന്നേരം നമ്മളെ തന്നെ ഓർമ്മിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരവ് എപ്പോഴൊക്കെ ഉണ്ടാവുന്നോ അന്നൊക്കെ തങ്ങൾക്ക് ഉമ്മത്തിൻ്റെ കാര്യം പറയേണ്ടാവുക. ആയിഷുമ്മ പറയണ്ടല്ലോ, ഒരു രാത്രി എൻ്റെ കൂടെ കടന്നതായിരുന്നു തങ്ങൾ, കാണുന്നില്ല, പെട്ടെന്ന് പാതിരാത്രി എവിടെ പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ജന്നത്തുൽ ബഖീലെത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്. എന്താണ് ഈ സ്പെഷ്യൽ നിസ്കാരം, എന്തെങ്കിലും സ്പെഷ്യലായി ചൊല്ലാനുണ്ടോ എന്ന് ഞാനിങ്ങനെ കാതോർത്തു. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നിസ്കാരത്തിലെ റുക്കൂയിലും സുജൂദിലും അത്തഹിയാത്തിലൊക്കെ തങ്ങൾ ഉമ്മത്തി എന്ന് ദ്വാരക്കാണ്. ഞാൻ തന്നെ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു പോയി, ഉമ്മത്തിനെ കിട്ടുമ്പോൾ ഖുർആനും ദിക്റൊക്കെ മറന്നുപോയോ? അതിന് തങ്ങൾ തന്ന മറുപടി, ആയിഷു, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണതും ഖബറിൽ പോയാൽ ദ്വാരക്കണതും മഹ്ശറിലെത്തിയാൽ ആഗ്രഹിക്കണതും എൻ്റെ ഉമ്മത്തിൻ്റെ രക്ഷയാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ദ്വാരം തന്ന ആളാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണല്ലോ ലോകത്ത് നമ്മൾ ഉപ്പാനേക്കാൾ ഉമ്മാനേക്കാളൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തേക്കാൾ നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നാവണം എന്ന് ഇത്രമേൽ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ തങ്ങൾ സഹിക്കേണ്ടി വന്നു. ഭ്രാന്തെന്നൊക്കെയല്ലേ ചീത്ത വിളി കിട്ടിയത്. ഒരാളെ കള്ളുകൂടിയൻ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫൈ തെറ്റിൻ്റെ മേലുള്ള ട്രോളാണ്, ആക്ഷേപമാണ്, അല്ലെങ്കിൽ ഒരു റീപ്രൂഫാണ്. ഭ്രാന്തെന്ന് വിളിക്കുന്നതിൻ്റെ മേലെ ഒരു ചീത്ത ലോകത്തില്ലല്ലോ. കാരണം ഇനി തിരിച്ചെന്ത് പറഞ്ഞാൽ എനിക്ക് പിരാന്താന്നാണല്ലോ അതിൻ്റെ അർത്ഥം. അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി കിട്ടുന്ന സമയത്ത്, ഹിദായത്തിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നു. ആര്? അള്ളാഹു 100 പാർട്ടാക്കി ബുദ്ധിയെ, അതിൽ 99 തങ്ങളെ ബ്രെയിനിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഒന്നാണ് ലോകത്തെ മുഴുവൻ സയൻറ്റിസ്റ്റിനും ആർട്ടിസ്റ്റിനും മനുഷ്യന്മാർക്ക് കൊടുത്തത്. അത് മുഴുവൻ കിട്ടിയ തങ്ങൾ അതും കേൾക്കേണ്ടി വന്നു. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് ത്വായിഫുകാർ കല്ലെറിഞ്ഞത്. കണ്ടോ കള് എന്തൊക്കെയാണ് വിട്ടത്. സ്വന്തം ഭാര്യയെക്കുറിച്ച് വ്യഭിചാരാരോപണം വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തങ്ങൾ സഹിച്ചിട്ടും തങ്ങൾക്ക് ഒറ്റൊരാഗ്രഹമുള്ളൂ,
എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം, എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം കേട്ടോ. മഹ്ശറിൽ എല്ലാ നബിമാർക്കും സിംഹാസനങ്ങൾ വെച്ചു കൊടുക്കും. ഇവിടുന്ന് കഷ്ടപ്പാടിന് സഹിച്ചതിൻ്റെ ഒരു സന്തോഷം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ നബിമാരും അവരുടെ സിംഹാസനത്തിൽ ഇരുന്നാലും വബഖീതു മിമ്പരി, എൻ്റെ മിമ്പർ മാത്രം അവിടെ ബാക്കിയാവും. കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എൻ്റെ ഉമ്മത്തിന് ആരാ നോക്കാന്ന് എൻ്റെ പേടി. അതുകൊണ്ടാ സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ട് അതേ സിറാത്ത് പാലത്തിലൂടെ തങ്ങൾ തിരിച്ചു വരും അത്രേ. എന്തിനാ? സിദ്ദീഖ്, നീ അവിടെ നോക്കിയിട്ട് വരുന്നവരൊക്കെ കേട്ട്. അങ്ങനെ ഉണ്ടല്ലോ ഈ കല്യാണ തിരക്കിനിടയിൽ ഒപ്പള്ള ഹുറിസ്കരിക്കാൻ പോകുന്നൊരു പോക്കുണ്ട് മോളെ കല്യാണത്തിന്. മൂത്ത മോനെ അവിടെ അസൈൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ട് വരട്ടെ. എന്തിനാ തങ്ങൾ പോണത്? എന്നെ കാണാതെ എങ്ങാനും മലക്കൾ എൻ്റെ ഉമ്മത്തുനിന്ന് ആരെങ്കിലും പിടിച്ച് നരകത്തിലിട്ടാലോ? പ്രതീക്ഷയോടെ അവർ വരുന്നതല്ലേ. സ്വർഗ്ഗം ഉദ്ഘാടനം ചെയ്തിട്ടും തങ്ങൾ സ്വർഗത്തിലിരിക്കൂലത്രേ. തദ്കിറത്തുൽ മുഹിബ്ബീനിൽ കാണാം. ഈ നബിനെ സ്നേഹിക്കാൻ ഇനി വേറെ ആയത്തും ഹദീസൊക്കെ വേണം, ഇനി വേറെ വല്ല തെളിവ് പോകണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് ഖസീദത്തുൽ ബുർദയിൽ നിങ്ങൾ കേട്ടില്ലേ, അഹല്ല ഉമ്മത്തുഹു ഫീ ഹിർസി മില്ലത്തിഹി കല്ലൈസ ഹല്ല മഅൽ അശ്ബാലി ഫീ അജവി. സിംഹക്കുഞ്ഞിനെ, സിംഹത്തിന്റെ തള്ള, ആ കുഞ്ഞുങ്ങളുടെ തള്ള എങ്ങനെ സംരക്ഷിക്കുന്നു അത്രയും വലിയ സംരക്ഷണമാണ്. ബുർദ അതിന് വലിയ ആഖ്യാന ശക്തിയോടുകൂടിയാണ് ആ ഉദാഹരണം കൊണ്ടുവന്നത്. സിംഹത്തിന് കൂടുതൽ ശക്തിയും ഭയങ്കരമായിട്ട് സ്വത്വബോധം ഉണ്ടാവില്ല എപ്പോഴാന്ന് വെച്ചാൽ കാട്ടിന്റെ ഉള്ളിൽ നിന്നും. അത് കാട്ടിന്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൂടെയാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ആ സംരക്ഷണമാണ് തങ്ങൾ ഉമ്മത്തിനോട് സംരക്ഷണം ഉണ്ടായിരുന്നത്. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.